നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ദിവ്യവും നവ്യവുമായ ജീവൻ പകരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്നേഹ സാഹോദര്യത്തിന്റെ അനുഭവ പാഠങ്ങളിലേക്ക് ഒരു വനസഞ്ചാരം. കാട്ടിലെ കൂട്ടുകാർ. എന്തൊരു ഭാരാ ഇതിന്. ഞാൻ മടുത്തു. എന്റെ പപ്പീസെ ഒന്ന് ചുമക്ക്. ഞാൻ ആകെ തളർന്നു. അതിനാര് പറഞ്ഞു ചുമക്കാൻ? അഹങ്കാരം അഹങ്കാരം. അങ്ങനെ പറയരുത് എന്റെ പപ്പീസ്. നമ്മൾ ഒരാളെ സഹായിച്ചതല്ലേ? അതെ. ഓ ഹെൽപ്പ്. സഹായിക്കാൻ കുറെ നല്ല ആൾക്കാർ ഇറങ്ങിയിരിക്കല്ലേ. ഇങ്ങനെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണമെങ്കിൽ കാപ്പിലെടുത്തോ. അയ്യോ എന്താ പപ്പീസ് ഇത്? മോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനല്ലേ എടുത്തത്. നല്ല കാര്യവും ഉണ്ടായിരുന്നോ ഇതെടുത്ത് തലയെ വെക്കാൻ? ആ വയ്യാത്ത കോവർ ചേട്ടൻ ചുമടെടുത്ത് മടുത്തപ്പോ നമ്മളൊന്ന് സഹായിച്ചതല്ലേ? സഹായിച്ചോ സഹായിച്ചോ. സഹായിക്കാമെന്ന് ഞാൻ ഇട്ടിട്ടില്ല. സഹായിക്കാൻ എനിക്ക് പറ്റൂല. മടുത്തു. ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം. എങ്കിൽ ഞാൻ എടുക്കാൻ മോട്ടു, നീ വിശ്രമിച്ചോളൂ. ആ ചാക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടന്നോ. എനിക്കെങ്ങും പറ്റില്ല നിങ്ങളുടെ കൂടെ നിക്കാനും ആയമ്പാടി നടക്കാനും. പപ്പീസ് നീ ചുമടെടുക്കണ്ട, പക്ഷെ നമുക്ക് ഒരുമിച്ച് പോകാം. അയ്യോ വേണ്ടായേ. നിങ്ങൾ നല്ല അയൽക്കാര്. നിങ്ങളുടെ കൂടെ ഞാനില്ല. നിങ്ങൾ പതുക്കെ വിശ്രമിച്ച് പാട്ടും പാടിവാ. നീ അങ്ങനെയൊന്നും പറയാതെ. നിങ്ങൾ പതുക്കെ നല്ലൊരു പാട്ടും പാടി നടന്നോ. ഇവനിത് എന്താ പറ്റിയത്? കഷ്ടം തന്നെ ഈ പപ്പീസിന്റെ ഒരു കാര്യം. പാവം ആ കോവറിയേട്ടൻ. നമ്മൾ എന്തായാലും കോവറിയേട്ടന്റെ ഈ ചാക്ക് എത്തിക്കണം. അതെ തീർച്ചയായും. ആ കെട്ടെടുത്ത് എന്റെ തലയിലേക്ക് അങ്ങനെ. എന്തൊരു ഭാരം. ഞാനും അപ്പടി മടുത്തു. സാരമില്ല, നല്ല കാര്യത്തിനല്ലേ. ഇതെന്താ? അതെ ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. ഇതൊന്നും വേണ്ടായിരുന്നു ചേട്ടാ. ഇതൊന്നും കുഴപ്പമില്ല. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. അതാ പറഞ്ഞത്. അയ്യോ നന്ദിയോ എന്റെ പൊന്നു ചേട്ടാ. ഞങ്ങൾ ചന്തയിൽ പോയി നടന്നു വരുന്ന വഴിക്ക് ചേട്ടനെ ഒന്ന് സഹായിച്ചു, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാലേ എനിക്ക് ഇത് വലിയൊരു സഹായ. ഞാൻ എങ്ങനെയാ ഈ ഭാരമുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ നിങ്ങൾ എന്നെ വന്ന് സഹായിച്ചത്. അതെനിക്ക് മറക്കാൻ പറ്റുമോ? അത്രയ്ക്കൊന്നും ഇല്ലെന്നേ. ഞങ്ങളൊരു ചെറിയ സഹായം ചെയ്തു, അത്രേ ഉള്ളൂ. അത് ചെറിയ സഹായം ഒന്നല്ല, ഒരു വലിയ സഹായ. നിങ്ങളെ പോലുള്ളവരെ ഈ കാട്ടിൽ കാണാൻ ബുദ്ധിമുട്ടാ. എന്താ കഴിക്ക്, നോക്കിയിരിക്കാതെ കഴിക്കുന്നേ. എന്നാ ശരി ചേട്ടാ, ഞങ്ങള് വരട്ടെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചിട്ട് പോവാ. പിന്നെ ആവാമെന്നേ. അത് മോശമായി പോയി മക്കളെ. ഗംഭീരേ, ഇന്ന് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞത് വളരെ നന്നായി. നമ്മൾ രണ്ടാള് മാത്രമായതുകൊണ്ട് കളി നല്ല രസമായിരുന്നു. ഇന്നത്തെ കളി നല്ല ഉഷാറായി. ആ കപിലും മോട്ടും സഹായഹസ്തവുമായി ആ കോവറേട്ടന്റെ വീട്ടിൽ പോയിരിക്കുക. അതുകൊണ്ടായിരിക്കും അവര് കളിക്കാൻ വരാതിരുന്നതല്ലേ? അല്ലാതെ പിന്നെ ചാക്കുകെട്ടുമായി നടന്ന് രണ്ട് മടുത്ത് കാണും. എന്താ ചെയ്യാ?
എനിക്ക് ആരെയും സഹായിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ തന്നെയാണെന്നേ. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല, പിന്നല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ. എനിക്ക് വീട്ടിൽ പോകാനുള്ള തിരുവത്തി ഞാൻ പോവാണിട്ടാ. പിന്നെ ഇന്നെന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണട്ടാ. അയ്യോ, ഞാനത് മറന്നു. തീർച്ചയായിട്ടും വരും. ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പപ്പ സിറ്റിയിലേക്ക് പോയിരിക്കുവാ. കൊള്ളാം. അപ്പൊ നമുക്ക് ഇന്ന് ഈവനിങ്ങിൽ കാണാം. ബൈ ബൈ. എന്താണപ്പത്? എവിടുന്ന ഈ ശബ്ദം? ഈശ്വര, ഒരു പരിചയം തോന്നുന്നില്ലല്ലോ. ഇത് പാരാ? അയ്യോ, ഇപ്പൊ രക്ഷിക്കാൻ നിന്നാ സമയം പോകുമല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നോക്കി നിന്ന സമയം പോകും. 2020 ടെലികാസ്റ്റ് ചെയ്യാനുള്ള സമയമായി. പോരാത്തിന് ബർത്ത്ഡേക്കാണെങ്കിൽ ഒരുങ്ങുകയും വേണം. എന്തായാലും തൽക്കാലം കണ്ടില്ല, അതേ നടക്കൂ. നമുക്ക് പോവാം, അതാ ബുദ്ധി. ഇനിയിപ്പോ എന്താ ചെയ്യും? ഈ പപ്പയെ കാണുന്നില്ലല്ലോ. എത്ര നേരമായി പോയിട്ട്. വിളിച്ചു നോക്കാം. ഈ പപ്പയ്ക്ക് ഫോൺ എടുത്താൽ എന്താ? കഷ്ടം. ആ ഗംഭീറിന്റെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കും? ബർത്ത്ഡേക്ക് ഗിഫ്റ്റുമായി ചെല്ലാമെന്ന് പറഞ്ഞതാ. ഇപ്പൊ ബർത്ത്ഡേക്ക് ഗിഫ്റ്റുമില്ല, അത് വാങ്ങാൻ പോയ പപ്പയും കാണുന്നില്ല. ഷടാ, ഒന്നുകൂടി പപ്പയെ ഒന്ന് വിളിച്ചു നോക്കാം. പപ്പ എടുത്തുല്ലോ. പപ്പ, ഹലോ ഹലോ പപ്പ. പപ്പ ഇപ്പൊ എവിടെയാ? പപ്പ എവിടെയാണെന്ന് പറ, കേൾക്കുന്നില്ല. പപ്പ ഞാനായത്. ബർത്ത്ഡേക്ക് പോകണ്ടേ പപ്പ? പപ്പയ്ക്ക് എന്ത് പറ്റിയതാ? പപ്പ കട്ടായല്ലോ. എവിടെയാണെന്നെങ്കിലും പറഞ്ഞുകൂടെ ഈ പപ്പയ്ക്ക്? ഇനിയിപ്പോ എന്തോ ചെയ്യും? ഹലോ ഗംഭീർ, ഇത് പപ്പീസാ. എനിക്ക് വരാൻ പറ്റത്തില്ല. പപ്പ ഇതുവരെ എത്തിയില്ലെന്നേ. ഗംഭീർ പറയുന്നത് കേൾക്ക്. ഗംഭീർ, ഞാൻ പറയുന്നത് അതാ കട്ടാക്കിയോ അപ്പോഴേക്കും? ഹലോ ഹലോ. ഗംഭീർ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തല്ലോ. നാണക്കേടായി പോയി. ഈ പപ്പിത എവിടെ പോയി കിടക്ക? ഓ, നല്ലൊരു ദിവസമായിട്ട് അതങ്ങ് കുളമായി പോയി. എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇനി ബാക്കി. ഈ മമ്മി ഇതെവിടെ പോയി കിടക്കാണാവോ? മമ്മി മമ്മി ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കേ. ഞാൻ അങ്ങോട്ട് വരുവാ കേട്ടോ. എനിക്ക് വിശക്കുന്നു. എന്നാലും പപ്പീസിന് ഞാൻ എത്രമാത്രം പ്രതീക്ഷിച്ചെന്നോ പപ്പീസ് വരുമെന്ന്. എന്നിട്ട് പപ്പീസ് വന്നില്ലല്ലോ. അയ്യോ, ഒന്നും പറയണ്ട എന്റെ ഗംഭീരെ. പപ്പയും വരാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഗംഭീറിന് തരാനുള്ള ഗിഫ്റ്റ് വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയ പപ്പ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ പോയതാ, ഇതുവരെ എത്തിയില്ല. അപ്പോ ഇന്നലെ പോയ പപ്പ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല? ഇല്ലെന്നേ. ഫോൺ എടുത്ത പിന്നെ വിളിക്കാം, ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെയാ പറയുന്നത്. എന്ത് പറ്റാവോ? മക്കളെ നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ. എന്റെ പപ്പ ഇത് എവിടെയായിരുന്നു? അയ്യോ, ഒന്നും പറയണ്ട. ഗിഫ്റ്റ് വാങ്ങാൻ പോയ പോക്ക ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ആശുപത്രിയിലോ? എന്ത് പറ്റി പപ്പ? അതേന്ന്, ഞാൻ ഗിഫ്റ്റ് വാങ്ങി വരുന്ന വഴിക്ക് വഴിയിൽ ഒരു ഓവിചാലിൽ ഗുരുതരമായി കിടക്കുന്നു നമ്മുടെ കേണൽ ലംബോ. ഓവിചാലി?
ഞാൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് കേണൽ ലെംബോ സാറിനെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കാടിന്റെ അതിർത്തി കുറെ കാലം സംരക്ഷിച്ച ആളല്ലേ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്? അയ്യോ, ഒന്നും പറയാറായിട്ടില്ല. ഒബ്സർവേഷനിലാ ഉള്ളത്. ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ മോനെ. എന്താ? ഇന്നലെ ഞാൻ വീട്ടിലേക്ക് പോരുന്ന വഴി ഇദ്ദേഹം ഓവുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. നേരമില്ലാത്ത കാരണം ബർത്ത്ഡേ പാർട്ടിക്ക് ഉള്ളതല്ലേ, മൈൻഡ് ചെയ്യാണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. പപ്പീസ് ചെയ്തത് തെറ്റാ, വലിയൊരു തെറ്റ്. അത് പപ്പ, ഞാൻ ഒന്നും പറയണ്ട. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതമാക്കൂ. പപ്പ, എന്നോട് ക്ഷമിക്കും പപ്പ. എന്തായാലും പപ്പീസ് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ചെല്ല്, ഞാൻ വീട്ടിലേക്ക് പോവാ. നിക്ക്. ഇതാ മോനെ, ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗംഭീറിന് കൊടുക്കും. ലേറ്റ് ആയിട്ടാണെങ്കിലും ഇതാ ഗംഭീര ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇന്നലെ എല്ലാവരും ഒരുപാട് ഗിഫ്റ്റ് എനിക്ക് തന്നു. പക്ഷെ പപ്പീസിന്റെ പപ്പ ഇപ്പൊ കൊണ്ടു തന്ന ഈ ഗിഫ്റ്റിന് ഇരട്ടി മധുരമുണ്ട്. ഈ ഗിഫ്റ്റിന് ഒരു പരസ്പര ബന്ധത്തിന്റെ ഗന്ധമുണ്ട്. ഈ ഗിഫ്റ്റിന് പരസ്പര സഹായത്തിന്റെ ഗന്ധമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗംഭീറിന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. വാ, നടക്കും. അപ്പൊ മക്കളെ, പപ്പീസിന്റെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു സംരംഭം നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. അതെ സാറേ, വഴിയിൽ വീണ് കിടന്ന കേണൽ ലെംബോ സാറിനെ സഹായിക്കാൻ കഴിയാത്തതിൽ പപ്പീസിന് അതിയായ നിരാശയുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അങ്ങനെയാണ് ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയത് അല്ല? അതെ അതെ അതെ, ബ്ലഡ് ഡൊണേഷൻ ബാങ്ക് എന്ന ആശയം അങ്ങനെ വന്നതാ. സാറേ, അച്ഛൻ രക്ഷിച്ച കേണൽ ലെംബോ സാറിന് രക്തം കൊടുത്തുകൊണ്ട് ഞാൻ ഈ പ്രവൃത്തിക്ക് തുടക്കമിട്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സഹായം മാത്രം, പക്ഷേ അതുകൊണ്ട് അനേക ജീവിതം രക്ഷപ്പെടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് ശരിയാ. നമ്മൾ ഏത് വിധേനയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതല്ല, നമ്മുടെ സഹായം അവർക്ക് എന്തുമാത്രം ഗുണം ചെയ്തു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശരിയാണ്, അപ്പറഞ്ഞത് ശരിയാണ് സാർ. മറ്റുള്ളവർക്ക് ഒരു താങ്ങാവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമാകും. അതാണ് ജീവിതയാത്രയിൽ ഒരു ചെറിയ കൈത്താങ്. അത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടവും ഉണ്ടാക്കില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ പ്രവൃത്തി സ്വർണലിപികളിൽ എഴുതപ്പെടും. രക്തദാനം, ജീവദാനം. കുസൃതിയുടെ ലോകത്തിൽ നിന്ന് വചനങ്ങളുടെ ആഴത്തിലേക്ക് പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു അതെന്നടാ? ടിങ്കു ഒന്ന് പണക്കത്തിലാണെന്നാ തോന്നുന്നേ. ടിങ്കു എന്താ മിണ്ടാത്തെ? എന്നാ കൂട്ടുകാരോടെങ്കിലും ഒന്ന് ഹായ് പറ. ഓ, വല്ലാത്ത ദേഷ്യമായി പോയല്ലോ. എന്താ പറ്റിയത്? എടാ പറ, എന്താ സംഭവിച്ചതെന്താ? ഓ, നീ ചോദിച്ചു ഉടുപ്പ് തരാത്താണോ നിന്റെ വിഷയം? എടാ, ഉടുപ്പ് ഇച്ചിരി കീറിയതായിരുന്നു, അതുകൊണ്ടാ ഞാനത് തരാത്തത്. എടാ, അതിനേക്കാൾ നല്ല ഉടുപ്പല്ലേ ഇപ്പൊ നിനക്ക് തന്നിരിക്കുന്നേ. ടിങ്കു, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ പണങ്ങരുത് കേട്ടോ. ജോണിക്കുട്ടൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നീയെ? എന്താണ്? അങ്ങള് പറയാം, അതിനുശേഷം ഈ പിണക്കമൊക്കെ അങ്ങ് പോവും. ഓക്കെ. ജോണി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന് ഒരു ദിവസം അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ വെച്ചിരിക്കുന്ന വാച്ച് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരാഗ്രഹം, ഈ വാച്ച് എനിക്കും വാങ്ങണം.
അമ്മയോട് ഓടിപ്പോയിട്ട് പറഞ്ഞു, അമ്മേ ദേ അവിടെ ഒരുപാട് വാച്ച് ഇരിപ്പുണ്ട്, അതിലൊരു വാച്ച് എനിക്ക് വാങ്ങി തരാമോ? വേഗം അമ്മയും വന്നു. നോക്കുമ്പം അത് ഏറ്റവും വില കുറഞ്ഞ വാച്ചാണ്. മാത്രമല്ല അതിൻ്റെ സ്വർണ്ണമെല്ലാം പൂശിയിരിക്കുന്നത് വെറും കളറ് മാത്രമാണ്, നല്ല വാച്ചേ അല്ല. അമ്മ പറഞ്ഞു, മോനെ ഇത് വാങ്ങണ്ട. പക്ഷെ അവൻ പറഞ്ഞു, അല്ല എനിക്ക് ഈ വാച്ച് വേണം. അങ്ങനെ അവൻ്റെ നിർബന്ധത്താൽ ആ അമ്മ ആ വാച്ച് അവന് വാങ്ങിക്കൊടുത്തു. അവൻ ആ വാച്ചൊക്കെ കെട്ടി സ്കൂളിലൊക്കെ പോയി കൂട്ടുകാരെയൊക്കെ കാണിച്ചു. നമുക്കൊരു പുതിയ സാധനമൊക്കെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടുകാരെയൊക്കെ കാണിക്കും അല്ലേ? അങ്ങനെ കൂട്ടുകാരെ കാണിച്ചു, കൊണ്ടോ എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്ന വാച്ചാണിത്, ഇന്ന കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എല്ലാം പറഞ്ഞു. പക്ഷേ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഈ വാച്ചിൽ പൂച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കളറെല്ലാം പതിയെ പതിയെ ഇളകി പോകാനായിട്ട് തുടങ്ങി. പക്ഷേ ജോണിക്കുട്ടന് ആ വാച്ച് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പപ്പ അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ വാച്ച് പപ്പയ്ക്ക് തരാവോ? അവൻ പറഞ്ഞു, ഇല്ല. അവൻ വിചാരിച്ചു പപ്പ വാച്ച് എടുത്താൽ പിന്നെ തിരിച്ചു തരത്തില്ലെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം പപ്പ ചോദിച്ചു, മോനെ നിൻ്റെ വാച്ച് പപ്പയ്ക്ക് തരാവോ? അവൻ പറഞ്ഞു, ഇല്ല ഞാൻ തരത്തില്ല, എൻ്റെ വാച്ചാ ഇത്, ഞാൻ തരത്തില്ല. മൂന്നാം ദിവസവും പപ്പ ചോദിച്ചു, മോനെ നിൻ്റെ വാച്ച് തരാവോ? അവൻ അന്ന് പപ്പയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. പപ്പ എന്തിനാ എൻ്റെ വാച്ച് ചോദിക്കുന്നേ? പപ്പയ്ക്ക് വാച്ച് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എൻ്റെ വാച്ച് പപ്പ എടുക്കുന്നത്? ഉടനെ പപ്പ അകത്ത് പോയി പുതിയൊരു വാച്ച് എടുത്തു കൊണ്ടുവന്നു, ഏറ്റവും വിലയുള്ളൊരു വാച്ച്. എന്നിട്ട് ജോണിക്കുട്ടനോട് പറഞ്ഞു, മോനെ ഇത് മോന് തരാൻ വേണ്ടിയാണ് പപ്പ ഈ വാച്ച് ചോദിച്ചത്. മോൻ്റെ കയ്യിലെ വാച്ച് ഒന്നിനും കൊള്ളില്ലാത്തതാണ്, എന്നാൽ ഇത് പപ്പ നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്, ഇത് തരാൻ വേണ്ടിയാണ്. നീ എന്തിനാണ് വഴക്കിട്ടത്? പിന്നെ ജോണിക്കുട്ടനെ പറ്റി അബദ്ധം ഓർത്ത് അവന് വളരെ വിഷമമായി. മാത്രമല്ല അവൻ പപ്പയോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു. നിസാരപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ദേഷ്യപ്പെട്ടതല്ലേ? ചില കൂട്ടുകാരുണ്ട്, നമ്മുടെ പപ്പയും അമ്മയും നമുക്ക് എത്രയോ വലിയ കാര്യങ്ങളാണ് നൽകുന്നത്, നമ്മളെ സ്നേഹിച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ പിടിവാശി പിടിച്ച് അവരോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ കോപിക്കും. ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെയാണ് ദൈവവും നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നത് ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമായിരുന്നോ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രം നൽകുന്ന യേശു കർത്താവിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ തയ്യാറാണോ? കൂട്ടുകാരെ, നിങ്ങളോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. അനുഭവങ്ങളുടെ കലവറ നിങ്ങൾക്ക് രുചിച്ചുവോ? എഴുതുക ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സുന്ദരവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ.